വീട്ടിൽ വന്ന ഉടനെ ഞാൻ ഓടിച്ചെന്നത് ഈ റംബൂട്ടാൻ്റെ ചുവട്ടിലേക്കാണ് കേട്ടോ. കാരണം റംബൂട്ടാൻ കായ്ച്ചു നിൽപ്പുണ്ട്, അത് എന്തായി എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇന്നലെ വെച്ച മീൻകറി ഉണ്ടായിരുന്നു, അതിനകത്ത് തേങ്ങ അരച്ച് ചേർത്ത് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് വാങ്ങി അതിൻ്റെ കപ്പയും കൂട്ടി കഴിക്കുവാണ് കേട്ടോ. പച്ചക്കപ്പ പുഴുങ്ങിയതാണ്, ഇന്നലെ നൈറ്റ് ഞാൻ വെച്ചിട്ട് പോയതാണ്, രാവിലെ വെക്കാൻ സമയം കിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് വാഷ് മെഷീനിൽ തുണി ഇടണമായിരുന്നു, അങ്ങനെ പിന്നെ അതൊക്കെ കുറച്ച് പണികൾ ചെയ്തു. അപ്പോഴത്തേക്കും തന്നെ മടുത്തു, നല്ല ക്ഷീണമായിരുന്നു ചൂട് കാരണം. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റൂ ഉണ്ടാക്കി കേട്ടോ. പിന്നെ അതിനിടയ്ക്കൊക്കെ അത് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുവാണ്. തണുത്ത വെള്ളത്തിൽ മുഖം കഴുകിയപ്പോഴത്തേക്കും എന്തൊരു ആശ്വാസം, അത്രയ്ക്ക് ചൂടാണ്. അത് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ സിങ്കിൽ കഴുകാൻ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എല്ലാം കഴുകി വെച്ചു. പാത്രങ്ങൾ കഴുകും വെച്ചാൽ തന്നെ പകുതി പണി എളുപ്പമാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേ തൂത്ത് തുടച്ചു. ചോറ് ഞാൻ റൈസ് കുക്കർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നൈറ്റ്, അപ്പോൾ പിന്നെ അത് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഇതൊക്കെ എടുത്തും പറക്കിയൊക്കെ വെക്കണമായിരുന്നു. എന്നിട്ടെല്ലാം ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞ് കുളിച്ച് വൃത്തിയായി. ഇതേ ചോറെടുക്കുകയാണ്, ചൂടൻ ചോറാണ് കേട്ടോ. ചൂടൻ ചോറിൻ്റെ ഒപ്പം മീൻകറി, തേങ്ങ അരച്ച് വെച്ച മീൻകറിയാണ്. അത് ആദ്യമേ അങ്ങനെയല്ല വെച്ചത്, മുളകിട്ട കറിയായിരുന്നു, അതിനകത്തേക്ക് തേങ്ങ അരച്ച് ചേർത്ത് ഇച്ചിരി ചാറാക്കി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ബീഫായിരുന്നു. ഇത് ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, ബാക്കി ഉണ്ടായിരുന്ന ഒരു ഇത്തിരി ബീഫ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് സർലാസ് എന്ന് പറയും കേട്ടോ, അതായത് ഇപ്പോഴത്തെ സലാഡ്. വേറൊന്നുമില്ല, സവോളയും തക്കാളിയും പച്ചമുളകും എന്താ പറയുക ഇഞ്ചിയും അത്രേ ഉണ്ടായിരുന്നുള്ളൂ, തൈരും ഉപ്പും. അത് കഴിഞ്ഞിട്ട് പപ്പടം ചുട്ടതിരിപ്പുണ്ടായിരുന്നു, നന്നായിട്ട് തണുത്ത് പോയായിരുന്നു, എന്നാലും കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇത് മീൻ വറുത്തതാണ് കേട്ടോ. പിന്നെ അപ്പോൾ ഇത്രയൊക്കെയാണ് മീൻകറി, ബീഫ്, പിന്നെ മീൻ വറുത്തത്, സലാഡ്, പപ്പടം ചുട്ടത്. ഞാൻ ഇന്ന് ഇവിടെ ഇരുന്നാണ് കേട്ടോ കഴിച്ചത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോൾ മിക്കവാറും ഇവിടെ തന്നെയാണ് എൻ്റെ ഇരിപ്പ്. ഞാൻ ഈ കർട്ടനൊക്കെ മാറ്റി പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഇരുന്ന് കഴിക്കും. ഒരു ഒറ്റയ്ക്ക് ഇരിക്കുന്ന കഴിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു വിഷമമല്ലേ. അത് കഴിഞ്ഞത് ഉരുട്ടി കഴിക്കുവാണ് കേട്ടോ. ചൂടൻ ചോറിൽ ബീഫ് ഒക്കെ കൂട്ടി അങ്ങ് ഉരുട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് കഴിഞ്ഞ് സലാഡ് എടുത്തു. സലാഡും മീൻ വറുത്തതും പപ്പടവും കണ്ടോ, അത് പീച്ചിന്നായിപ്പോയി തണുത്തിട്ട്. എന്നാലും ഞാൻ വിട്ട് കളഞ്ഞില്ല, ഒക്കെ കൂടി മീൻ വറുത്ത് തന്നെയാണ്. എല്ലാം കൂടെ കൂട്ടി കുഴച്ച് അടിപൊളി, നല്ല വിശപ്പായിരുന്നു. അതിൻ്റെ ആണോ എന്നറിയില്ല, നല്ല ടേസ്റ്റായിരുന്നു. അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, കാരണം ഇതെല്ലാം അങ്ങോട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ കറണ്ട് പോയി. പിന്നെ ഞാൻ കറണ്ട് വന്നിട്ടാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീമുള്ളു തൊണ്ടയിൽ പോയിട്ട് 2-3 തവണ എനിക്ക് പണി കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കുട്ടികളൊക്കെ, കുഞ്ഞു കുട്ടികളൊക്കെ, പിള്ളേർ കഴിക്കുന്നതിൽ സൂക്ഷിച്ചാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നോക്കി ഇങ്ങനെ ഈ സലാഡ് തന്നെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക.